ഗുഡ് മോർണിംഗ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷോർട്ട് ടൈം സോഴ്സസ് ഓഫ് ഫണ്ടിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ടുള്ള 5 പോയിൻറ്റ്സ് 5 സോഴ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കമേഴ്സ്യൽ പേപ്പർ, ബോറോയിങ്സ് ഫ്രം കമേഴ്സ്യൽ ബാങ്ക്സ്, ബോറോയിങ്സ് ഫ്രം കമേഴ്സ്യൽ ബാങ്ക്സ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡിജിനസ് ബാങ്കേഴ്സ് ഡിസ്കസ് ചെയ്തു. ദെൻ ഫാക്ടറിങ് സർവീസസ് ഡിസ്കസ് ചെയ്തു. ദെൻ പബ്ലിക് ഡെപ്പോസിറ്റ് എത്രയ്ക്കൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അതിലത്തെ ഫാക്ടറിങ് മാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് കഴിഞ്ഞ ദിവസം മീനിങ്ങും ഫീച്ചേഴ്സും ഫങ്ഷൻസും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോസസ്സ് ഓഫ് ഫാക്ടറിങ്. ഈ ഫാക്ടറിങ് എന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. അതിനൊരു ഫ്ലോ ഉണ്ട്. ഞാൻ അടുത്ത സ്ലൈഡിലാണ് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പോസ് ചെയ്ത് നിർത്തിയിട്ട് ആദ്യം തന്നെ ഇത് നോട്ടിലേക്ക് പകർത്തുക. എന്നിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലാണ്ട് ഇത് രണ്ടും കൂടി അപ്പം ഒരു സ്ലൈഡ് ആവണില്ല. അപ്പം നിങ്ങളിത് പോസ് ചെയ്ത് വെച്ച് ആദ്യം തന്നെ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ അതിൻ്റെ ഈ ഗ്രാഫ് വെച്ച് ഈ പിക്ചർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, വേഗം കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രോസസ്സ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദ സെല്ലർ മേക്സ് ക്രെഡിറ്റ് സെയിൽ ടു ദ ബയ്യർ. ദ സെല്ലർ മേക്സ് ക്രെഡിറ്റ് സെയിൽ ടു ദ ബയ്യർ. ഏറ്റവും ടോപ്പിൽ ആ ഡയഗ്രത്തിൽ ആ പിക്ചറിൽ ഏറ്റവും ടോപ്പിൽ കണ്ടില്ലേ, സെല്ലർ മേക്സ് ക്രെഡിറ്റ് സെയിൽ ടു ദ സെയിൽ ഓഫ് ഗുഡ്സ് ടു ബയ്യർ. എയറോ മാർക്ക് നോക്കുക. സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് അയാൾ ക്രെഡിറ്റ് സെയിൽ നടത്തി. ദെൻ ദ ബയ്യർ ഗേവ്സ് ബിൽസ് റിസീവബിൾ ടു ദ സെല്ലർ. ഇൻ റിട്ടേൺ എന്ത് ചെയ്തു? ബയ്യർ എന്ത് കൊടുത്തു? സെല്ലർക്ക് ബിൽസ് റിസീവബിൾ കൊടുത്തു. അല്ലെങ്കിൽ ഈ ബയ്യർ ആരായി? നമ്മുടെ ഡെപ്റ്ററായിട്ട് മാറി. അതാണ് രണ്ടാമത്തെ എയർ ഇങ്ങോട്ട് തിരിച്ചു വന്നു. ആദ്യം അങ്ങോട്ട് തിരിച്ചു പോയി, അത് സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് ഗുഡ്സ് പോന്നു ക്രെഡിറ്റ് സെയിലായിട്ട്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ അതിന് ഇൻ റിട്ടേൺ ചിലപ്പോൾ ബിൽസ് റിസീവബിൾ ആര് കൊടുക്കും? നമ്മുടെ ബയ്യർ സെല്ലർക്ക് കൊടുക്കും. അതാണ് ബയ്യർ ഗീവ്സ് ബിൽസ് റിസീവബിൾസ് ടു ദി സെല്ലർ. പിന്നെ എന്താ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സെല്ലർ സബ്മിറ്റ് ഇൻവോയ്സ് ടു ദ ഫാക്ടർ. ഇൻവോയ്സ് ഓർ ബിൽസ് റിസീവബിൾ ഇട്ടാ. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒന്നല്ലെങ്കിൽ ഇൻവോയ്സ് ഉണ്ട്. ഇൻവോയ്സ് എന്ന് വെച്ചാൽ ബിൽസ് റിസീവബിൾ ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആകെ ഉള്ളൊരു തെളിവ് ഇൻവോയ്സ് ആണ്. ഇത്ര രൂപ വെറുത്തുള്ള ഗുഡ്സ് ഇന്ന ആൾ മേടിച്ചു എന്നതിനുള്ള തെളിവ് അയാളുടെ പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻവോയ്സ് ആണ്. ചില കേസുകളിൽ മാത്രമേ നമ്മൾ ബിൽസ് റിസീവബിൾ ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പം ബിൽസ് റിസീവബിൾ ഇപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബിൽസ് റിസീവബിൾ അല്ലെങ്കിൽ ഇൻവോയ്സ് എന്ത് ചെയ്യുന്നു? സെല്ലർ സബ്മിറ്റ് ഇൻവോയ്സ് ഓർ ബിൽസ് റിസീവബിൾ ടു ദി ഫാക്ടർ. അതാണ് താഴത്തേക്കുള്ള ഏരോ മാർക്ക് ഫാക്ടറിൻ്റെ അടുത്തേക്ക് പോകണില്ലേ, അത് അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടില്ലേ സബ്മിറ്റ് ഇൻവോയ്സ് ടു ദ ഫാക്ടറിന്. അതാണ് ആ ഏരോ മാർക്കിൻ്റെ ഡയറക്ഷൻ ഫാക്ടറിലേക്ക് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻവോയ്സോ അല്ലെങ്കിൽ ബിൽസ് റിസീവബിളോ ആർക്ക് കൊടുക്കുക? ഫാക്ടർക്ക് കൊടുക്കണം. ദെൻ ഫാക്ടർ മേക്സ് പേയ്മെൻറ്റ് ടു ദ ക്ലയൻറ്റ് അപ് ടു 80%. നമ്മൾ നേരത്തെ പഠിച്ച ടൈപ്പിൽ അഡ്വാൻസ് ഫാക്ടറിങ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ പഠിച്ചല്ലോ 80% മാത്രമേ അഡ്വാൻസ് കിട്ടുള്ളൂ, ബാക്കിയുള്ളത് കമ്മീഷൻ കുറച്ചിട്ട് മെച്യൂരിറ്റി ഡേറ്റിൽ കിട്ടുന്നു. അതിന് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ സെല്ലർ അല്ലെങ്കിൽ ക്ലയൻറ്റ് ഫാക്ടർക്ക് ഇൻവോയ്സോ ബിൽസ് റിസീവബിളോ കൊടുക്കുമ്പോൾ ഫാക്ടർ തിരിച്ച് എന്ത് കൊടുക്കണോ? ആ ഇൻവോയ്സിൻ്റെ 80% അല്ലെങ്കിൽ ആ ബിൽസ് റിസീവബിൾ 80% ഈക്വലൻ്റ് എമൗണ്ട് ഫാക്ടർ ആർക്ക് കൊടുക്കണം? ഫാക്ടർ സെല്ലർക്ക് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ബയ്യർ മേക്സ് പേയ്മെൻറ്റ് ടു ദ ഫാക്ടർ ഓൺ ഡ്യൂ ഡേറ്റ്. ഇനി അപ്പുറത്തെ ഏരോ മാർക്ക് അല്ല കേട്ടോ. പിന്നെ ഇപ്പുറത്തെയാണ് എന്താണ്? ബയ്യറും ഫാക്ടറും തമ്മിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി പേയ്മെൻറ്റ് ടു ദ ഫാക്ടർ കണ്ടില്ലേ? ബയ്യർ ഏരോ മാർക്ക് ഫാക്ടറിലേക്കാണ്. അതായത് ബയ്യർ മേക്ക് പേയ്മെൻറ്റ് ടു ദ ഫാക്ടർ ഓൺ മെച്യൂരിറ്റി ഡേറ്റ്. ഇനി കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് മെച്യൂരിറ്റി ഡേറ്റിൽ എന്തുണ്ടാവണം? നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ബയ്യർ ഫാക്ടർക്ക് ക്യാഷ് കൊടുക്കണം. ദെൻ ഫാക്ടർ ഗീവ് സ്റ്റേറ്റ്മെൻറ്റ് ടു ദ ബയ്യർ ഇൻ റിട്ടേൺ. ഈ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തുണ്ടാവണം? നമ്മുടെ ഡെപ്റ്റർ അല്ലെങ്കിൽ കസ്റ്റമർ ആയിട്ടുള്ള ക്രെഡിറ്റ് സെയിൽ അതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് റിസീവ്ഡ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫാക്ടർ ആർക്ക് കൊടുക്കണോ? നമ്മുടെ ബയ്യർക്ക് കൊടുക്കണം. അതാണ് ഫാക്ടർ ഗീവ് സ്റ്റേറ്റ്മെൻറ്റ് ടു ദ ബയ്യർ ഇൻ റിട്ടേൺ. ദെൻ ഇനി ഇതാണ് ലാസ്റ്റത്തെ ഫാക്ടർ ഗീവ്സ് ബാലൻസ് എമൗണ്ട് ആഫ്റ്റർ കമ്മീഷൻ ടു ദ ക്ലൈൻറ്റ്.
നാപ്പ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആ മൂന്നാമത്തെ ഏരോ മാർക്ക് ഇപ്പോഴാണ് ഉണ്ടാവുന്നത്. ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഫാക്ടറി എന്ത് ചെയ്യുന്നത്, ബാക്കി നേരത്തെ 80% അല്ലേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി 20%ൽ നിന്ന് ആളുടെ കമ്മീഷൻ കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ ക്ലയൻറ്റിന് കൊടുത്ത് നമ്മുടെ ഈ ട്രാൻസാക്ഷൻ അവസാനിക്കുന്നു. ഓക്കെ, ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറയാം. ആദ്യം എന്തുണ്ടാവണം, മുകളിലത്തെ ഫസ്റ്റ് ആരോ ദ സെല്ലർ മേക്സ് ക്രെഡിറ്റ് സെയിൽ ടു ദ ബയ്യർ. നമ്മൾ ഒരു ആൾക്ക് ക്രെഡിറ്റ് സെയിൽ നടത്തി, അതിന് ഇൻ റിട്ടേൺ ആയിട്ട് ഒന്നല്ലെങ്കിൽ ഇൻവോയ്സ് കിട്ടും അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ കിട്ടും. അതാണ് രണ്ടാമത്തെ എറർ. then ഇത് കിട്ടിക്കഴിഞ്ഞാൽ സെല്ലർ എന്ത് ചെയ്യും, സെല്ലർ സബ്മിറ്റ് ഇൻവോയ്സ് ഓർ ബിൽസ് റിസീവബിൾ ടു ദ ഫാക്ടർ. നമ്മൾ ഫാക്ടറി നടത്താൻ പോവുകയാണ്, അപ്പോൾ സെല്ലർ അത് നേരിട്ട് ആൾക്ക് കൊടുക്കും, ഫാക്ടർക്ക് കൊടുക്കും. അപ്പോൾ ഫാക്ടർ എന്ത് ചെയ്യും, ഫാക്ടർ ഗീവ് 80% ഓഫ് ദ മണി ടു ദ സെല്ലർ. ഈ ഇൻവോയ്സോ ബിൽസ് റിസീവബിൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫാക്ടർ അതിൻ്റെ 80% വർത്തിന് ഈക്വൽ ആയിട്ടുള്ള ക്യാഷ് ആർക്ക് കൊടുക്കും, സെല്ലർക്ക് കൊടുക്കും. ദെൻ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും. ടൈം ഗ്യാപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നവരുള്ള ഗ്യാപ്പ് ഉണ്ട്. ദെൻ ഓൺ മെച്യൂരിറ്റി ഡേറ്റ് എന്തുണ്ടാവും, ദ ബയ്യർ മേക്സ് പേയ്മെൻറ്റ് ടു ദ ഫാക്ടർ. റൈറ്റ് സൈഡിലേക്ക് പോകട്ടെ, ആ ഡയഗ്രത്തിന് റൈറ്റ് സൈഡിൽ പോവുക. ദ ബയ്യർ മേക്സ് പേയ്മെൻറ്റ് ടു ദ ഫാക്ടർ. ഇൻ റിട്ടേൺ ദ ഫാക്ടർ ഗീവ് സ്റ്റേറ്റ്മെൻറ്റ് ടു ദ കസ്റ്റമർ. ഓൺ ദി മെച്യൂരിറ്റി ഡേറ്റിലെ കസ്റ്റമർ ഫാക്ടർക്ക് കൊണ്ട കാശ് കൊണ്ട് കൊടുക്കുന്നു. കാശ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടർ സെറ്റിൽമെൻ്റ് ഒക്കെ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ആഫ്റ്റർ റിസീവിങ് എമൗണ്ട് ഫ്രം ദ കസ്റ്റമർ ദ ഫാക്ടർ ഗീവ് ബാലൻസ് 20% ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ കമ്മീഷൻ ടു ദ സെല്ലർ അല്ലെങ്കിൽ ദ ക്ലയൻറ്റ്. നമ്മുടെ ഫാക്ടർ അയാൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ കമ്മീഷനും പ്രോഫിറ്റൊക്കെ കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ആർക്ക് കൊടുക്കുന്നു, അയാളുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സെല്ലർക്ക് കൊടുത്ത് നമ്മുടെ ഈ ഫാക്ടറിങ് എന്ന പ്രോസസ്സ് അവിടെ അവസാനിപ്പിക്കുന്നു. ഇതാണ് പ്രോസസ്സ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഡയഗ്രാം വെച്ച് പഠിച്ചാൽ എളുപ്പമാണ്. എത്ര സ്റ്റെപ്പ് വരുന്നുണ്ട്, 7 സ്റ്റെപ്പുകളാണ് വരുന്നത്. ആദ്യം ആ ഡയഗ്രാം പഠിക്കുക, അതിൻ്റെ ഈ ഡയഗ്രാം ഈ 7 പോയിന്റും കൂടി ഒപ്പം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ഫാക്ടറി. ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ടൈപ്സ് ഓഫ് ഫാക്ടറി ടോട്ടൽ നമുക്ക് 6 ടൈപ്സ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് റീകോഴ്സ് ഫാക്ടറി. റീകോഴ്സ് ഫാക്ടറി അത് ഞാൻ മീനിങ് വായിക്കാം. ഫാക്ടർ ഓൺലി മാനേജസ് ദ റിസീവബിൾസ് വിത്തൗട്ട് ടേക്കിംഗ് ദ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ്. അതായത് ബാഡ് ഡെറ്റ്സ് ആയാൽ നമുക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റി ഇല്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫാക്ടറിങ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ പൊസിഷൻ ആരുടെ കയ്യിലായിരിക്കും, ഫാക്ടറുടെ കയ്യിലായിരിക്കും. ആളാണ് പിന്നെ ആ ഫണ്ട് കളക്ട് തിരിച്ച് മേടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫാക്ടറായിരിക്കും. പക്ഷേ ബൈ ചാൻസ് അത് ബാഡ് ഡെറ്റ്സ് ആയി എന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 1,00,000 രൂപ വെറുത്തുള്ള റിസീവബിൾസ് ആണ് നമ്മൾ വിറ്റത്. അത് നമ്മൾ 2 മാസം കഴിഞ്ഞിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 98,000 എമൗണ്ട് ഒക്കെ മേടിച്ച് വെച്ച് നമ്മളത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആഫ്റ്റർ 2 months നമ്മൾ ഈ കസ്റ്റമർ ആർക്ക് കാശ് കൊടുത്തില്ല, ഫാക്ടറിക്ക് കാശ് കൊടുത്തില്ല. ഈ ഫാക്ടറിങ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കസ്റ്റമറെ അറിയിക്കൂട്ടെ, എനിക്കല്ല കാശ് തരേണ്ടത്, ഞാനിങ്ങനെ ഫാക്ടറിങ് നടത്തിയിട്ട് ഇന്നയാൾക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ അയാൾക്ക് കാശ് കൊടുത്താൽ മതി, നമ്മൾ നമ്മുടെ കസ്റ്റമറെ അറിയിക്കും. അപ്പോൾ ശരിക്കും ഓൺ ഡേറ്റിൽ അവർ നമുക്ക് കാശ് കൊണ്ടതിന് പകരം അവർ നേരിട്ടിട്ട് ഫാക്ടറിക്ക് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ട ഒരു ഡേറ്റ് വന്നിട്ടും ഈ ഫാക്ടർ കൊടുത്തില്ല. അയാൾ പിന്നെ കുറേ നമ്മളന്ന് പഠിച്ച റിമൈൻഡ് ലെറ്ററുകൾ, അതുപോലെ ടെലിഫോൺ കോൾസ്, പേഴ്സണൽ വിസിറ്റ്, ലോ ഒക്കെ നമ്മൾ നോക്കിയിട്ടും ലീഗൽ ആക്ഷൻ ഒന്നും എടുത്തിട്ടും കാശ് തന്നില്ലെങ്കിൽ അതെന്തായിട്ട് നമ്മൾ മാറ്റും, ബാഡ് ഡെറ്റ്സ് ആക്കി മാറ്റും. അങ്ങനെ നമ്മൾ അണ്ടർടേക്കൺ ചെയ്ത ഫാക്ടറിങ് റീകോഴ്സ് ഫാക്ടറിങ് ആണെങ്കിൽ അങ്ങനൊരു ബാഡ് ഡെറ്റ്സ് ഉണ്ടായാൽ നമ്മൾ പിന്നെ ഈ ഫാക്ടറിക്ക് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് മേടിച്ച 98,000 തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ആൾ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റിസ്ക് അണ്ടർടേക്കൺ ചെയ്യില്ല. നമ്മൾ ഫാക്ടറിങ് നടത്തിക്കഴിഞ്ഞ ഡെപ്റ്റേഴ്സ് ബൈ ചാൻസ് ഡെപ്റ്റേഴ്സ് ബാഡ് ഡെറ്റ്സ് ആയിട്ട് മാറിയാൽ നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചിട്ടുള്ള ക്യാഷ് ആർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും, ഫാക്ടറിക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 1,00,000 രൂപ വർത്തുള്ളതിൽ നമ്മൾ എത്ര രൂപ മേടിച്ചു, 98,000 മേടിച്ചു. ഡ്യൂ ഡേറ്റിൽ ഈ 1 lakh ഫാക്ടർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മേടിച്ചത്. പക്ഷേ ആ 1 lakh ഫാക്ടർക്ക് കിട്ടിയില്ലെങ്കിൽ ആര് കോമ്പൻസേഷൻ കൊടുക്കണം, നമ്മൾ ആ ഫാക്ടറിയുടെ കയ്യിൽ നിന്ന് മേടിച്ച 98,000 rupees തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഏത് ഫാക്ടറിങ് ആണെങ്കിൽ, റീകോഴ്സ് ഫാക്ടറിങ് ആണെങ്കിൽ ദ ഫാക്ടർ ഡസ് നോട്ട് അണ്ടർടേക്ക് ദ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ് വിത്തൗട്ട് ടേക്കിംഗ് ദ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ്. ഫാക്ടർ ബാഡ് ഡെറ്റ്സ് ബാക്കി എല്ലാ റിസ്ക്കും അതിൽ അണ്ടർടേക്കൺ ചെയ്യും, പക്ഷേ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ റിസ്ക് അണ്ടർടേക്കൺ ചെയ്യില്ല. ബാഡ് ഡെറ്റ്സ് ആയാൽ അതിനുള്ള കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ആ ടൈപ്പ് ഓഫ് ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് റീകോഴ്സ് ഫാക്ടറിങ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അസൈൻമെൻറ്റ് ഓർ
പ്ലഡ്ജിങ് എഗ്രിമെൻറ്റ്. ഇതിന് വേറൊരു പേരാണ്, റീകോഴ്സ് ഫാക്ടറിങ്ങിൻ്റെ വേറെ പേരാണ് അസൈൻമെൻറ്റ് ഓർ പ്ലഡ്ജിങ് എഗ്രിമെൻറ്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫാക്ടറിങ് ആയിട്ട് വരുന്നത്. Then the second one is the opposite ആണ് non-recourse factoring. That means നേരത്തെ ഓപ്പോസിറ്റ്, the factor undertakes the risk of bad debts by suppose എന്തുണ്ടാവും, അങ്ങനെ റിസ്ക് ബാഡ് ഡെറ്റ്സ് ഉണ്ടായാലും അത് നമ്മൾ കോമ്പൻസേഷൻ നേരത്തെ പറഞ്ഞ പോലെ 1,00,000 രൂപ ഫാക്ടറിക്ക് കിട്ടിയില്ലെങ്കിലും നമ്മളാണ് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും മെഷേഴ്സ് എടുത്തിട്ട് ആ ബാഡ് ഡെറ്റ്സ് കയ്യിൽ നിന്ന് ആ ഡെപ്റ്റേഴ്സിനെ കയ്യിൽ നിന്ന് ഫണ്ട് തിരിച്ചു മേടിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അയാളത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ടൈപ്പ് ഓഫ് റീകോഴ്സ് ഫാക്ടറിങ്ങിനെ വിളിക്കുന്ന പേരാണ് നോൺ റീകോഴ്സ് ഫാക്ടറിങ്. ഫാക്ടർ അണ്ടർടേക്സ് ഓൾ ദ റിസ്ക് ഇൻക്ലൂഡിങ് ദ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ്. അയാൾ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ റിസ്ക്കും കൂടി അണ്ടർടേക്കും ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ നോൺ റീകോഴ്സ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഡിസ്കൗണ്ട് ഫാക്ടറി ചാർജ് ചെയ്യുന്ന കമ്മീഷൻ കൂടുതലായിരിക്കും കേട്ടോ, കാരണം അയാൾ റിസ്ക് എടുക്കുന്നുണ്ട്. റിസ്ക് എടുക്കുമ്പോൾ അയാൾക്ക് റിട്ടേൺ കൂടുതൽ കിട്ടണ്ടേ. അപ്പോൾ റീകോഴ്സ് ഫാക്ടറിങ്ങിൽ കമ്മീഷൻ നേരത്തെ പറഞ്ഞ പോലെ 1 lakhന് ചിലപ്പോൾ 2,000 rupees ഒക്കെ കമ്മീഷൻ എടുക്കുന്നുണ്ടാവുള്ള ഏതിൽ റീകോഴ്സ് ഫാക്ടറിങ്ങിൽ. പക്ഷെ നമ്മൾ അണ്ടർടേക്കൺ ചെയ്യുന്നത് നോൺ റീകോഴ്സ് ഫാക്ടറിങ് ആണെങ്കിൽ ദ ഫാക്ടർ മേ ചാർജ് ഹൈ റേറ്റ് ഓഫ് കമ്മീഷൻ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ അത് അതിൻ്റെ പ്രാക്ടിക്കൽ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അതങ്ങനെ തന്നെ വരെ. കാരണം ഈ നോൺ റീകോഴ്സിൽ അയാൾ വലിയ റിസ്ക് എടുക്കണത്, കാരണം നമുക്ക് അറിയില്ല ബാഡ് ഡെറ്റ്സ് ആവില്ല എന്ന്. ബൈ ചാൻസ് ബാഡ് ഡെറ്റ്സ് ആയാൽ എന്തെങ്കിലും എമൗണ്ട് ഫാക്ടറിക്ക് നഷ്ടമാവും. അപ്പോൾ അവൾ റിസ്ക് എടുക്കുന്നതിന് അയാൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടിയിരിക്കണം. അപ്പോൾ ആ സെക്കൻഡ് ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് നോൺ റീകോഴ്സ് ഫാക്ടറിങ്. Then the third one is maturity factoring. Maturity factoring meaning വായിക്കാം. The factor does not pay any cash in advance. He pays only when he receives fund or guarantee from the customers. It is also called a collection factoring. അതായത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞോണം തന്നെ ഒരു കമ്പനിയുടെ കയ്യിലുള്ള ഡെപ്റ്റേഴ്സ് വേറൊരാൾക്ക് വിൽക്കുന്നു. ഇൻ റിട്ടേൺ അവർ ഇപ്പോൾ ക്യാഷ് തരില്ല, ഓൺലി അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ഓർ ഒരു കസ്റ്റമർ ഒരു ഗ്യാരണ്ടി ഒപ്പിട്ട് കൊടുത്താലാണ് ആര് ഫാക്ടർ കമ്പനിക്ക് അല്ലെങ്കിൽ ക്ലയൻറ്റിന് ക്യാഷ് കൊടുക്കുള്ളൂ. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ മെച്യൂരിറ്റി ഫാക്ടറിങ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റിസീവബിൾസ് വിൽക്കുന്നു. ആരുടെ കയ്യിലായിരിക്കും പൊസഷൻ? ഫാക്ടറുടെ കയ്യിലായിരിക്കും പൊസഷൻ. പക്ഷെ എന്തുമാത്രം കുറവുണ്ട്? ഫാക്ടറി ക്ലയൻറ്റിന് ആ വിറ്റ സമയത്ത് ക്യാഷ് കൊടുക്കില്ല. എന്നാണോ മെച്യൂരിറ്റി ആവുന്നത് അന്ന് ആര് കാശ് കൊണ്ടുവരും? കസ്റ്റമർ ഫാക്ടറിക്ക് കാശ് കൊണ്ടു കൊടുക്കും. ദെൻ അപ്പോൾ ക്ലയൻറ്റിന് കാശ് കിട്ടും. അല്ലെങ്കിൽ കസ്റ്റമർ ഒരു ഗ്യാരണ്ടി ഇൻ റിട്ടേൺ കൊടുത്താൽ മാത്രമേ ഫാക്ടറി ക്ലയൻറ്റിന് ക്യാഷ് കൊടുക്കുള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫാക്ടറിങ് അണ്ടർടേക്കൺ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫാക്ടറിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിനും ടെൻഷനില്ല, ഡെപ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ബോദർ ചെയ്യേണ്ട. നേരത്തെ പറഞ്ഞോണം റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്നൊരു പ്രോസസ്സ് നമുക്ക് ടോട്ടലി സ്കിപ്പ് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും ആര് ചെയ്തോളും? ഫാക്ടർ ചെയ്തോളും. അപ്പോൾ ഇറ്റ് ഈസ് ആ ടൈപ്പ് ഓഫ് ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ ചെയ്യേണ്ട വർക്ക് വേറൊരാളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന വർക്ക് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ ത്രൂ ഫാക്ടറിങ് നടത്തണമെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് മെച്യൂരിറ്റി factoring. The factor does not pay the cash in advance. He pays only at the time of maturity after receiving cash from the customers or after receiving a guarantee from the part of the customers. അപ്പോൾ മാത്രമേ ഇയാൾ എന്ത് കൊടുക്കുള്ളൂ? ഈ ഫാക്ടർ ക്ലയൻറ്റിന് കാശ് കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ഫണ്ടിന് റിക്വയർമെൻറ്റ് വരുമ്പോൾ നമുക്ക് ഏത് ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല? ഈ മെച്യൂരിറ്റി ഫാക്ടറിങ് ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഇമീഡിയറ്റ് ക്യാഷ് കിട്ടുന്നില്ല. ഇത് നമുക്ക് നമ്മുടെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്നൊരു ആക്ടിവിറ്റി ഔട്ട്സോഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ മെച്യൂരിറ്റി ഫാക്ടറിങ് എന്നൊരു പേര് ആ ടൈപ്പ് നമുക്ക് അണ്ടർടേക്കൺ ചെയ്യാം. ഇതിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് കളക്ഷൻ ഫാക്ടറിങ് ആണ്. കാരണം നമ്മളിത് എന്തിനാണ് ഏൽപ്പിക്കുന്നത്? കളക്ഷൻ പർപ്പസിന് വേണ്ടി മാത്രം. ബിസിനസ്സിന് നമുക്കതിനൊന്നും നേരമില്ല, നമുക്ക് അല്ലാണ്ട് തന്നെ കുറേ ബിസിനസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന ഫംഗ്ഷൻ ഔട്ട്സോഴ്സ് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ഫാക്ടറിങ്. ആ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് മെച്യൂരിറ്റി ഫാക്ടറിങ്. ഓക്കെ, അങ്ങനെ നമ്മൾ 3 ടൈപ്സ് പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് വൺ റീകോഴ്സ് വിത്തൗട്ട് അണ്ടർടേക്കിംഗ് ദ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ്. Second one is non-recourse, that is undertakes the risk of bad debts. And last one is maturity payment. The factor makes payment to the client only at the time of the maturity. ഇങ്ങനെ 3 ഉണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് ടൈപ്പ് ഈസ് അഡ്വാൻസ് ഫാക്ടറിങ്. അഡ്വാൻസ് ഫാക്ടറിങ്
Here means factor makes advance payment of about 80% of the invoice value. അതായത് നമ്മൾ ഫാക്ടറിങ് നടത്തിയാൽ ഞങ്ങൾ ഫുൾ എമൗണ്ട് കിട്ടില്ല. ഞാൻ പറഞ്ഞു 1 lakhന് പകരം ഒരു 90,000 ഒക്കെ കിട്ടും. ഇവിടെ അങ്ങനെയല്ല, ടോട്ടൽ വർത്തിൻ്റെ 80% അഡ്വാൻസ് ആയിട്ട് തരുള്ളൂ. റിമൈനിങ് എമൗണ്ട് ആഫ്റ്റർ കമ്മീഷൻ നമുക്ക് എന്നാ കിട്ടുള്ളൂ, മെച്യൂരിറ്റി ഡേറ്റിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ എമൗണ്ട് കിട്ടുന്നില്ല. ടോട്ടൽ നമ്മുടെ റിസീവബിൾസിൻ്റെ വർത്തിൻ്റെ 80% മാത്രം നമുക്ക് ഫാക്ടർ തരുന്നു നമ്മൾ അറ്റ് ദ ടൈം ഓഫ് ഫാക്ടറിങ്, ആൻഡ് ദ ബാലൻസ് 20% ആഫ്റ്റർ ഡിഡക്റ്റിംഗ് കമ്മീഷൻ ഈസ് റിസീവ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി. നമുക്ക് മെച്യൂരിറ്റി സമയത്ത് കിട്ടുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫാക്ടറിങ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അഡ്വാൻസ് ഫാക്ടറിങ്. ഓക്കെ, ഫുൾ കിട്ടുന്നില്ല, 80% മാത്രം. Then fifth one is invoice discounting. The factor gives advances to the client and collect interest from the period extending from the date of advance to the date of collection. ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞോണം തന്നെ നമ്മൾ ഫാക്ടറിങ് നടത്തുന്നു. 1 lakh rupeesനുള്ള റിസീവബിൾസ് നമ്മൾ ഫാക്ടറിങ് നടത്തി അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് നമ്മൾ കളക്ട് ചെയ്ത് മേടിച്ചു. Then the factor collect interest for the period. അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 2 മാസമായിരുന്നു ഡ്യൂ ഡേറ്റ്. ആ 2 മാസത്തേക്ക് ഈ 1 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് ആര് ചാർജ് ചെയ്യും? നമ്മുടെ ഫാക്ടറി ചാർജ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്. അതായത് നമുക്ക് നമ്മുടെ കമ്പനിയിലുള്ള ഒരു റിസീവബിൾസ് ഫാക്ടറിക്ക് വിൽക്കാം. അത് കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫാക്ടറി നമുക്ക് ക്യാഷ് തന്ന് സഹായിക്കുന്നു. ആ ക്യാഷിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും ആര്? ഫാക്ടറി. എത്ര നാളത്തേക്കാണോ, 1 മാസത്തേക്കാണോ, 2 മാസത്തേക്കാണോ, 3 മാസത്തേക്കാണോ, എത്ര മാസത്തേക്കായാലും കുഴപ്പമില്ല, ആ പീരീഡിനുള്ള ഇൻട്രസ്റ്റ് ആര് ചാർജ് ചെയ്യും? ഫാക്ടറി ചാർജ് ചെയ്യും. അതാണ് പറയുന്നത് ദ ഫാക്ടർ ഗീവ്സ് അഡ്വാൻസ് ടു ദ ക്ലയൻറ്റ് ആൻഡ് കളക്ട് ഇൻട്രസ്റ്റ് ഫോർ ദ പീരീഡ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ ഡേറ്റ് ഓഫ് അഡ്വാൻസ് ടു ദ ഡേറ്റ് ഓഫ് കളക്ഷൻ. എന്നാണ് നമ്മൾ ക്യാഷ് കൊടുത്തത്, എന്നാണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ചിലപ്പോൾ ഡ്യൂ ഡേറ്റ് 2 മാസം ആയാലും ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടാൻ ചിലപ്പോൾ 4 മാസം എടുക്കും. അപ്പോൾ എത്ര മാസത്തിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം? 4 മാസത്തെ ഇൻട്രസ്റ്റ് കൊടുക്കണം. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ നമ്മൾ 6 മാസത്തെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്. ഓക്കെ, then the last one is undisclosed factoring. For sixth one is undisclosed factoring. Debtors of the client are not informed about factoring. The factor performs all services in the നെയിം ഓഫ് ക്ലയൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ സപ്പോസ് ഒരു ഫാക്ടറിങ് നടത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ നമ്മുടെ കസ്റ്റമറെ അറിയിക്കണം. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ പേരിലുള്ള ഡെപ്റ്റേഴ്സ് ഞാൻ ഇന്ന ഫാക്ടറിങ് നടത്തിയിട്ട് ഇന്ന കമ്പനിക്ക് AB ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഞാൻ സെല്ല് ചെയ്തു. ഇനി നിങ്ങളിലുള്ള ട്രാൻസാക്ഷനൊക്കെ AB ലിമിറ്റഡാണ് നടത്താൻ, എനിക്കിതിൽ പ്രത്യേകിച്ച് റോളില്ല എന്ന കാര്യം ആരറിയിക്കും? ക്ലയൻറ്റ് ആഫ്റ്റർ ഫാക്ടറിങ് നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കണം. ദെൻ നമ്മൾ അണ്ടർടേക്കൺ ചെയ്തേക്കുന്നത് അൺഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ റിവീൽ ചെയ്യില്ല, ആരോട് പറയില്ല? നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയില്ല. ഇങ്ങനെ ഫാക്ടറി നടത്തിയ കാര്യമൊന്നും കസ്റ്റമേഴ്സിനോട് പറയില്ല. നമുക്ക് പകരം ആര് വർക്ക് ചെയ്യും? ഫാക്ടറി വർക്ക് ചെയ്യും. നമ്മുടെ പേരിൽ, ക്ലയൻറ്റിൻ്റെ പേരിൽ തന്നെ ഫാക്ടറി വർക്ക് ചെയ്യും. മെച്യൂരിറ്റി ഡേറ്റിൽ കസ്റ്റമർ നമുക്ക് കാശ് കൊണ്ടുവന്ന് ആ കാശ് നമ്മൾ ആർക്ക് എടുത്തു കൊടുക്കും? ഫാക്ടറിക്ക് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുക. ദാറ്റ് ടൈപ്പ് ഓഫ് ഫാക്ടറിങ് ഈസ് കോൾഡ് അൺഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ്. ഡെപ്റ്റേഴ്സ് ഓഫ് ദി ക്ലയൻറ്റ്സ് ആർ നോട്ട് ഇൻഫോംഡ് അബൌട്ട് ദി ഫാക്ടറിങ്. ക്ലയൻറ്റിൻ്റെ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ കസ്റ്റമേഴ്സ് ഈ ഫാക്ടറി നടത്തിയ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ദി ഫാക്ടർ പെർഫോംസ് ഓൾ ദ സർവീസസ് ഇൻ ദ നെയിം ഓഫ് ക്ലയൻറ്റ്. ക്ലയൻറ്റിൻ്റെ പേരിലാണ് ഫാക്ടറിന് എല്ലാ പണികളും എടുക്കുന്നത്, പക്ഷേ ഇൻ ദ നെയിം ഓഫ് ക്ലയൻറ്റ്സ്, നമ്മുടെ പേരിലായിരിക്കും ആൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടാവുക. അതിനെ വിളിക്കുന്ന പേരാണ് അൺഡിസ്ക്ലോസ്ഡ് ഫാക്ടറി. അപ്പം ഇതാണ് ലാസ്റ്റത്തെ 3 ടൈപ്പ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ഏതായിരുന്നു? അഡ്വാൻസ് ഫാക്ടറിങ്. ദ ക്ലയൻറ്റ് റിസീവ്സ് 80% ആസ് അഡ്വാൻസ് ആൻഡ് റിമൈനിങ് ഓൺ മെച്യൂരിറ്റി. Next one is invoice discounting. The client receives advance from the factor and the factor charges interest for the period. Then last one is undisclosed factoring. The customers of the client are not informed about the
factoring. The factor performs all the services in the name of client. നമ്മുടെ കസ്റ്റമേഴ്സ് ഇത് അറിയുന്നില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു. ഫാക്ടർ ആക്ട് ആസ് എ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ. അങ്ങനെ ഒരൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഫാക്ടർ ചെയ്യുന്നു, പക്ഷെ ആരുടെ പേരിൽ തന്നെ, ക്ലയൻറ്റിൻ്റെ പേരിൽ തന്നെ ചെയ്യുന്നു. മെച്യൂരിറ്റി ഡേറ്റിൽ കസ്റ്റമേഴ്സ് ക്ലയൻറ്റിന് തന്നെ കാശ് കൊണ്ട് കൊടുത്ത് ദെൻ ക്ലയൻറ്റ് ഇത് ഫാക്ടർക്ക് കൊടുക്കണം. മറ്റ് ടൈപ്പിലൊക്കെ എന്താ ഉണ്ടാവുക, മെച്യൂരിറ്റി ഡേറ്റിൽ കസ്റ്റമർ ആർക്കാണ് നേരിട്ട് കൊടുക്കുക, ഫാക്ടർക്ക് നേരിട്ട് കൊടുത്തോളൂ, നമുക്ക് പ്രത്യേകിച്ച് അതിൽ റോളില്ല. അൺഡിസ്ക്ലോസ്ഡിലും മാത്രമേ നമുക്കതിൽ റോളുള്ളൂ. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ദെൻ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക, ഫാക്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് 6 ടൈപ്സ് ഓഫ് ഫാക്ടറിങ്. നേരത്തെ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിനനുസരിച്ച് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ഫാക്ടറിങ്. ഈ ഫാക്ടറിങ് സർവീസസിൻ്റെ കമ്പനിക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് നോക്കിയാൽ ഫസ്റ്റ് വൺ ഈസ് ഇംപ്രൂവ് എഫിഷ്യൻസി. നമുക്കറിയാം റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന ടാസ്ക് നമ്മൾ ആരെ ഏൽപ്പിച്ചു, വേറെ ഔട്ട്സൈഡ് ഏജൻസിനെ ഏൽപ്പിച്ചു. അപ്പോൾ അവർക്ക് അത് മാത്രമാണ്, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാക്ടറിങ് സർവീസസ് അണ്ടർടേക്കൺ ചെയ്താൽ നമ്മുടെ റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പഠിച്ചിരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലെ 4 മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റ്. ആ റിസീവബിൾസ് മാനേജ്മെൻറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് മാനേജിങ് റിസീവബിൾസ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഈസ് ഹയർ ക്രെഡിറ്റ് സ്റ്റാൻഡിങ്. ഹയർ ക്രെഡിറ്റ് സ്റ്റാൻഡിങ്ങോട് ഉദ്ദേശിക്കുന്നത് എമർജൻസി സമയത്ത് ഇറ്റ് വിൽ ബിക്കം എ സോഴ്സ് ഓഫ് ഫിനാൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പ്രൊവിഷൻ ഓഫ് ഫിനാൻസ്, അതിനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി കേസിൽ ഫണ്ടിന് ആവശ്യം വന്നാൽ നമ്മുടെ കയ്യിൽ ഡെപ്റ്റേഴ്സോ ബിൽസ് റിസീവബിളോ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഫാക്ടറി നടത്തി നമുക്ക് ഫണ്ട് കണ്ടെത്താനായിട്ട് പറ്റും. ദ നെക്സ്റ്റ് വൺ ഈസ് റെഡ്യൂസസ് കോസ്റ്റ്. നേരത്തെ പറഞ്ഞോളം തന്നെ ഫാക്ടറിക്ക് അതിൽ സ്പെഷ്യലൈസേഷൻ ഉള്ള ആളായിരിക്കും, അവർക്ക് ആ ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവർ കുറച്ചും കൂടി നന്നായിട്ടും വിജിലൻ്റ് ആയിട്ടും കാര്യങ്ങൾ ചെയ്ത് ദേ വിൽ ട്രൈ ടു റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് റിസീവബിൾസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കോസ്റ്റ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വരും, ക്യാപിറ്റൽ കോസ്റ്റ് വരും, ഡെലിഗസി കോസ്റ്റ് വരും, ഡീഫോൾട്ട് കോസ്റ്റ് വരും. ഇങ്ങനെ 4 കോസ്റ്റുകളാണ് റിസീവബിൾസിൽ വരിക. അപ്പോൾ ഈ ഫാക്ടേഴ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് ഈ കോസ്റ്റുകളൊക്കെ മെയിനായിട്ടും ഡീഫോൾട്ട് കോസ്റ്റ്, അതിനുള്ള ഡെലിഗസി കോസ്റ്റ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അഡീഷണൽ സോഴ്സ്, ഇറ്റ് ബിക്കംസ് ആൻ അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ഓർ അഡീഷണൽ സോഴ്സ് ഓഫ് ഫണ്ട് ഫിനാൻസ് ടു ദി കമ്പനി. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അഡ്വൈസറി സർവീസസ്. നമുക്ക് കമ്പനിക്ക് പലതരത്തിലുള്ള അഡ്വൈസസും ആര് പ്രൊവൈഡ് ചെയ്യും, ഫാക്ടറി പ്രൊവൈഡ് ചെയ്യും. അയാൾക്ക് അതിൽ എക്സ്പെർട്ട് ആയിരിക്കും. അപ്പോൾ അവർക്ക് പല ഇന്നോവേറ്റീവ് ഐഡിയാസും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഫോർ ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി ഓഫ് റിസീവബിൾസ് മാനേജ്മെൻറ്റ്. ദെൻ ആക്സിലറേഷൻ ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ. നമുക്ക് എമർജൻസി കേസിൽ നമുക്ക് ഫണ്ടിന് ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഈ ഫാക്ടറിങ് സർവീസ് ഒബ്റ്റെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള ഫണ്ട് നമ്മുടെ കയ്യിലെത്തുന്നു, നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ഒരു ഡിലേയും ഇല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ആഡിക്വേറ്റ് ക്രെഡിറ്റ് പീരിയഡ് ഫോർ കസ്റ്റമേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഫാക്ടേഴ്സാണ് പറയുക, ഇത്ര ക്രെഡിറ്റ് പീരീഡ് കൊടുത്താൽ നമുക്കറിയാം ക്രെഡിറ്റ് കൊടുക്കുന്നതിന് സെയിൽസ് കൂട്ടാനാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് പീരീഡ് ആരാണോ കൊടുക്കുന്നത് അവിടെയായിരിക്കും ഡിമാൻഡ് കൂടുതൽ. സപ്പോസ് ഒരു കമ്പനി 1 മന്ത് കൊടുക്കുമ്പോൾ വേറെ കമ്പനി 2 മന്ത്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 2 മന്ത്സ് കൊടുക്കുന്ന കമ്പനിയുടെ പ്രോഡക്റ്റിനായിരിക്കും ഡിമാൻഡ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എത്രയാണ് പീരീഡ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റുക, ഇത്ര ക്രെഡിറ്റ് പീരീഡ് കൊടുത്തോളൂ, അങ്ങനത്തെ അഡ്വൈസസ് ഒക്കെ ആര് കൊടുക്കുന്നുണ്ട്, ഫാക്ടറി ക്ലയൻറ്റിന് കൊടുക്കുന്നുണ്ട്. ദെൻ കോമ്പറ്റേറ്റീവ് ടേംസ് ടു ഓഫർ. അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് ടേംസ് ഒക്കെ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്ററേക്കാളും ബെറ്റർ ആക്കാൻ പറ്റും. കാരണം നമ്മൾ ആരുടെ അഡ്വൈസ് കിട്ടുന്നുണ്ട്, ഫാക്ടറിയുടെ എക്സ്പേർട്ടായ ഫാക്ടറിയുടെ അഡ്വൈസ് കിട്ടിയിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് ടേംസ് ഒക്കെ, ക്രെഡിറ്റ് പീരീഡ് ഫിക്സ് ചെയ്യുന്ന, ഡിസ്കൗണ്ട് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യലൊക്കെ നമ്മൾ ഇവരുടെ അഡ്വൈസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് ടേംസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മെയിനായിട്ടും ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അഡീഷണൽ സോഴ്സ് ഓഫ് ഫണ്ട്. ദെൻ അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യാണ്ട് ഹെൽപ്സ് ടു റിഡ്യൂസ് കോസ്റ്റ്. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് ഫാക്ടറിങ് സർവീസിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് ഫാക്ടറി. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലീഡ്സ് ടു ഓവർ കോൺഫിഡൻസ് ഇൻ ദ ബിഹേവിയർ ഓഫ് ദി ക്ലയൻറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്നൊരു ടാസ്ക് ഫുള്ള് നമുക്ക് ആളെ ഏൽപ്പിച്ചേക്കുന്നു, ഫാക്ടറി ഏൽപ്പിച്ചേക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ ആ റിസീവബിൾസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയില്ല, ആ ഒരു വർക്കിനെ കുറിച്ച് നമ്മൾ യാതൊരു ഐഡിയ ഉണ്ടാവില്ല.
അപ്പോൾ നമ്മളിത് ആരെ ഏൽപ്പിക്കുന്നത്? വേറൊരു ഏജൻസിയാണ്. അവർക്കിപ്പോൾ നമ്മുടെ ബിസിനസ് നന്നാവണം എന്നത്രയ്ക്ക് ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. അവർക്ക് കിട്ടാനുള്ള ക്യാഷ് കിട്ടണം എന്ന് മാത്രമേ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് റിസീവബിൾസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എന്നൊരു വർക്കിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ ആരെ കൂടുതൽ വിശ്വസിക്കുന്നു? നമ്മുടെ ഫാക്ടറി വിശ്വസിച്ച് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫാക്ടറീസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് റിസീവബിൾസ് മാനേജ്മെൻറ്റ് ചിലപ്പോൾ അട്ടർ ഫെയിലിയർ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഇംപ്രൂവ്സ് ദി ഓവർ കോൺഫിഡൻസ്. ക്ലയൻറ്റ് പിന്നെ അതിനെക്കുറിച്ചേ ചിന്തിക്കില്ല. അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. ദെൻ ചാൻസസ് ഓഫ് ഫ്രോഡുലന്റ് ആക്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ ക്ലയൻറ്റ്. നേരത്തെ പറഞ്ഞ നമ്മൾ ഫാക്ടർ നമ്മൾ പറ്റിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ക്ലയൻറ്റ് തന്നെ പറ്റിക്കും. ക്ലയൻറ്റ് തന്നെ ഇതിനെ പറ്റിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ SSIയിൽ കിടക്കുന്ന ഡെപ്റ്റേഴ്സോ ബിൽസ് റിസീവബിളാണ് വിൽക്കുക. ചില ക്ലയൻറ്റുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇല്ലാത്ത ഒരാളുടെ പേരിൽ ഒരു ബിൽസ് റിസീവബിളൊക്കെ ഉണ്ടാക്കി അത് ആർക്ക് കൊടുക്കും? ഫാക്ടറിക്ക് കൊടുക്കും. ഫാക്ടർ ഇത് പ്രത്യേകിച്ച് ഒരു എൻക്വയറി നടത്താണ്ട് മേടിച്ച് കാശ് കൊടുക്കുകയാണെങ്കിൽ, അതും ഒരു നോൺ റിക്കോഴ്സ് ഫാക്ടറിങ് ആണെങ്കിൽ ആര് പറ്റിച്ചു? ക്ലയൻറ്റിക്ക് ഫാക്ടറി പറ്റിച്ചു. അയാൾക്ക് ഒരിക്കലും ആ കാശ് കിട്ടില്ല, ക്ലയൻറ്റിന് കാശ് കിട്ടുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസും ആരുടെ ഭാഗത്തുനിന്നുണ്ടാവാം? ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാം, ഫാക്ടറി ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ ക്ലയൻറ്റിന് ഇതുപോലെ ഇല്ലാത്ത ആളുടെ പേരിലെ ബിൽസ് റിസീവബിളൊക്കെ ഉണ്ടാക്കി അത് ഫാക്ടറിങ് നടത്തി ഫണ്ട് ഉണ്ടാക്കാനുള്ള ആക്ടിവിറ്റീസൊക്കെ പലരും ചെയ്യുന്നുണ്ട്. ദെൻ ലാക്ക് ഓഫ് പ്രൊഫഷണലിസം ആൻഡ് കോമ്പിറ്റൻസ് ഓഫ് ദി ഫാക്ടറി. ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടറി വലിയ എക്സ്പേർട്ട് ആവും, അയാൾ ബിസിനസ് തുടങ്ങുന്നേക്കാളും മുമ്പ് അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതും ചെയ്യാത്ത ആൾക്കാരും എന്ത് തുടങ്ങുന്നുണ്ട്? ഫാക്ടറി സർവീസ് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊഫഷണലിസം ഉണ്ടാവില്ല, എക്സ്പേർട്ടിസം ഉണ്ടാവില്ല, അവരുടെ ബിസിനസ് ഫ്ലോപ്പായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. ദെൻ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഫ്രം ദി പാർട്ട് ഓഫ് ദി ക്ലയൻറ്റ്. പലരും അതങ്ങൾ ഈ ഫാക്ടറി സർവീസിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഫാക്ടറി നടത്താണെങ്കിൽ പിന്നെ ഈ റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഫുൾ ആരാ ചെയ്യുക? ഫാക്ടറിയാണ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓവർ കോൺഫിഡൻസ് വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചില കമ്പനിക്ക് അത് വേണ്ട എന്നൊക്കെയാണ് മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിന് മുകളിലൊരു കൺട്രോൾ ഉണ്ടാവില്ല. ഫുള്ള് ചെയ്യുന്നത് ആരാണ്? ഔട്ട്സൈഡ് ഏജൻസിയാണ്. നമുക്ക് നമ്മുടെ കസ്റ്റമറായിട്ടൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനോ ഡെപ്റ്റേഴ്സിനായിട്ടൊരു കോൺടാക്ട് വയ്ക്കാനോ ഒന്നും നമ്മൾ ചെയ്തില്ല. നമുക്ക് റിസീവബിൾസ് മാനേജ്മെൻറ്റ് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത് ചില കമ്പനികൾ അധികം താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അവർ ഫാക്ടറിന് ഓപ്റ്റ് ചെയ്യില്ല. Then it is not suitable for small company. Then ഈ ഫാക്ടറിങ് സർവീസസ് ഒക്കെ എഫക്റ്റ് ആവുക, അതായത് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് സ്മോൾ ബിസിനസ്സിനൊന്നും പറ്റില്ല, ലാർജ് ബിസിനസ്സിനാണ്. അവർക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടുതലായിരിക്കും. അവർക്ക് മാത്രമേ ഈ ഫാക്ടറിങ് എന്ന സർവീസ് അണ്ടർടേക്കും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. And the last point is factor may impose some restrictions on client regarding the credit sale. ഞാൻ നേരത്തെ പറഞ്ഞു അഡ്വൈസറി സർവീസസ് ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു ഫാക്ടറി ക്ലയൻറ്റിന്. അങ്ങനെ കൊടുത്തത് ഓവർ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞോണം, ചിലപ്പോൾ ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ആരെ ഏൽപ്പിക്കും? ഈ ഫാക്ടറി ഏൽപ്പിക്കും. ഓരോ കസ്റ്റമറെയും ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ, ക്രെഡിറ്റ് സെയിൽ അലൗ ചെയ്യണോ വേണമെന്നുള്ള തീരുമാനം ഒരു സജഷൻ പറയാനായിട്ട് നമ്മൾ ഫാക്ടറി ഏൽപ്പിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തതായിട്ട് വരും? ഫാക്ടറി പറഞ്ഞ പോലെ ചെയ്തതായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഇൻഡിവിജ്വലിനോട്, ഒരു പാർട്ടിയോട് ചിലപ്പോൾ അവർക്ക് ക്രെഡിറ്റ് സെയിൽ കൊടുക്കണമെന്നൊരു ഫേവറിസം ഉണ്ടാവും. പക്ഷെ ആരും സമ്മതിക്കില്ല, ഫാക്ടറി സമ്മതിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് ആയാലും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഈ ക്രെഡിറ്റ് സെയിൽ നടത്താനായിട്ട് പറ്റില്ല. ആരുടെ അഡ്വൈസ് കൂടി ചോദിക്കുന്നതായിട്ട് വരും? ഫാക്ടറിൻ്റെ അഡ്വൈസ് ചോദിച്ച് അത് പ്രകാരം പിന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ശരിക്കും നമ്മൾ റബ്ബർ സ്റ്റമ്പാവും. അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചിലപ്പോൾ ഫാക്ടറിക്ക് ഫേവറായിട്ട് ആരെങ്കിലും വന്നാൽ അയാൾ ചിലപ്പോൾ ഫിനാൻഷ്യലി സൗണ്ട് ആവണമെന്നില്ല, പക്ഷെ നമ്മൾ ക്രെഡിറ്റ് സെയിൽ അലൗ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും റെസ്ട്രിക്ഷൻസൊക്കെ ആരും ഇമ്പോസ് ചെയ്യും. ഫാക്ടറി കാര്യങ്ങൾ മുകളിൽ ഇമ്പോസ് ചെയ്യുമ്പോൾ അതും പല ബുദ്ധിമുട്ടുകൾക്കും വഴിയാക്കും. ഇപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഫാക്ടറിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നത്. ഓവർ ഫാക്ടറും ക്ലയൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ചെയ്യാം. ലാക്ക് ഓഫ് പ്രൊഫഷണലിസം, റെസിസ്റ്റൻസ് ഫ്രം ദി പാർട്ട് ഓഫ് ദി ക്ലയൻറ്റ്, it is not suitable for small company. Then there are certain restrictions from the part of the factor regarding the credit sale. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. താങ്ക് യു.